എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മളുടെ റീഡിങ് നമ്മൾ മറ്റ് റീഡിങ്സിലെല്ലാം നോക്കിയപ്പോൾ മിക്കതിലും തന്നെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ തേർഡ് പാർട്ടിയും തമ്മിൽ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓർക്കുക, ഇത് ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. ചിലപ്പോൾ റെസനേറ്റ് ചെയ്യാതിരിക്കാം. റെസനേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനായിട്ട് കണ്ടാൽ മതി. റെസനേറ്റ് ചെയ്യുന്ന അത്രയും മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി ഇതിലേക്ക് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യമോ അതിൽ കൂടുതലോ മനസ്സിൽ ചിന്തിക്കുക. അവരുടെ പേര് അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൂമെൻറ്റ്സ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങൾ, ഹാപ്പി മൂമെൻറ്റ്സ് ഒന്ന് മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഡിവൈൻ, പ്ലീസ് ഗൈഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ബിറ്റ്വീൻ മൈ വ്യൂവേഴ്സ് പേഴ്സൺ ആൻഡ് ദ തേർഡ് പാർട്ടി. What is happening between my viewer's person and the third party? What is happening between my viewer's partner and the third party? The viewers and the പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ എങ്ങനെയാണ്? അധികം കാർഡ്സ് എടുക്കുന്നില്ല ഇന്ന്. ഹാൻഡ്മാനാണ് മേജർ എനർജി ആയിട്ട് വന്നിരിക്കുന്നത്. ഇതൊരു ഞാൻ കാർഡ്സിൽ എന്താണോ കാണുന്നത് അത് അതുപോലെ പറയും. ഓക്കെ, ഒരു ഷുഗർ കോട്ടഡ് റീഡിങ് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. എന്താണോ സിറ്റുവേഷൻ അവിടെ കാണിക്കുന്നത് അത് അതുപോലെ പറയേണ്ട ഒരു സാഹചര്യം ആണ്. പറയുന്നതിന് മുന്നേ തന്നെ എനിക്ക് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം ചിലപ്പോൾ നമ്മൾ പ്രഥമ ദൃഷ്ടിയ കാണുന്നതായിരിക്കില്ല ഫർദറായിട്ട് നമ്മൾ പോകുമ്പോൾ കാണുന്നത്. അതായത് ഇപ്പോൾ അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് കാണുന്നത്. അവരൊരു ബാലൻസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹീലിംഗ് ഒക്കെ തന്നെയാണ് അവിടെ കാണുന്നത്. ഒരു സെലിബ്രേഷൻ മോഡ് കാണുന്നുണ്ട്. സ്നേഹമായിട്ടുള്ള വർത്തമാനങ്ങൾ കാണുന്നുണ്ട്. ഹീലിംഗ്. ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ എന്ന് നമ്മൾ പറയുമെങ്കിലും ഒരു ചിന്തകൾ മാറി വരുന്നതിൻ്റെ ഒരു ലക്ഷണവും കൂടെയാണ്. ഒരു ഹീലിങ്ങിൻ്റെയും കൂടെ ഒരു കാർഡാണത്. അതേപോലെ മജീഷ്യൻ എന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻസ്, പ്രാർത്ഥനകൾ, ഒരു എന്താ പറയുക, നല്ല രീതിയിൽ കാര്യങ്ങളെ മാറ്റിയെടുക്കാനുള്ള ചിന്ത, ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ തുടർന്ന് പോകുന്ന കാര്യങ്ങൾ. ഇതിലൊരു ആകെ ഒരു നെഗറ്റീവ് കാർഡ് വന്നത് ഈ സാബോട്ടാജിൻ്റെ 7 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞ് ഒരു ബ്ലോക്കേജ്. അത് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതാണോ എന്ന് നമുക്കറിയണമല്ലോ. എല്ലാ കാർഡ്സും ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഈ തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇവർ ജെനുവിൻലി സ്നേഹത്തിലാണോ അതോ വഴക്കൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രിറ്റൻഡ് ചെയ്യുന്നതാണോ എന്നും കൂടെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. Divine, please clarify 3 of Cups. Please clarify 3 of Cups. Please clarify 3 of Cups. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, ഒരു വിക്ടറി എന്നൊക്കെ തന്നെയാണ് കാണുന്നത്. അവിടെ വലിയ പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇപ്പോൾ. കാരണം ലൈഫിൽ ആൾ ഹാപ്പിയാണ്. വേണ്ട റെക്കഗ്നീഷൻസ് കിട്ടുന്നുണ്ട്. ചെയ്യുന്ന തൊഴിലിൽ മെച്ചപ്പെട്ട രീതിയിൽ സമ്പാദ്യമുണ്ട്. ഒരു സെലിബ്രേഷൻ മൂഡിലൊക്കെ തന്നെയാണ് ഫാമിലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലാരിഫൈ പേജ് ഓഫ് വാണ്ട്സ്. പ്ലീസ് ക്ലാരിഫൈ പേജ് ഓഫ് വാണ്ട്സ്. പ്ലീസ് ക്ലാരിഫൈ പേജ് ഓഫ് വാണ്ട്സ്. The moon, and
9 ഓഫ് കപ്സ് എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ എല്ലാം ഉണ്ട് ഇപ്പോൾ. ദേ ഹാവ് എവറിത്തിങ്, എല്ലാ സന്തോഷങ്ങളും ഉണ്ട്. പക്ഷേ ഒരേ ഒരു കുറവ്, ഒന്നിൻ്റെ കുറവുണ്ട്, അത് നിങ്ങളായിരിക്കാം. അതിൻ്റെ ഒരു കാർഡാണ് മൂൺ വന്നിരിക്കുന്നത്. ഒരു ഫിയർ, ഒരു ആങ്സൈറ്റി. അത് ഈ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി വിവരം അറിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അതുപോലെ ഒരു ഇൻസെക്യൂരിറ്റി, ഒരു സങ്കടം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മൂൺ കാർഡിൽ വരുന്നത്. എല്ലാം കയ്യിലുണ്ടെങ്കിലും എന്തോ ഒന്ന് മിസ് ചെയ്യുന്ന അവസ്ഥ, ഒരു സങ്കടം മനസ്സിൽ, ആ സിറ്റുവേഷൻ ഉണ്ട്. ക്ലാരിഫൈ. ടെമ്പറൻസ്. അവർക്ക് ലൈഫിൽ കംപ്ലൈൻറ്റ് പറയാനും മാത്രം ഒന്നുമില്ല. പ്ലീസ് ക്ലാരിഫൈ. ടെമ്പറൻസ്. ദ വേൾഡ്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്. ഹീലിംഗ് കാർഡാണെങ്കിലും അവിടെ ഒരു സ്ലോയിങ് ഡൗൺ കാണുന്നുണ്ട്. ഇവർ കൂടുതൽ സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടൊരു പക്ഷേ പോകുന്നുണ്ടാവാം. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു സ്ലോയിങ് ഡൗൺ കാർഡാണ്. എല്ലാ കാര്യങ്ങളും ഉണ്ട്, പോസിറ്റീവ് കാർഡ് തന്നെയാണ്. പക്ഷേ ഒരു സ്ലോയിങ് ഡൗൺ എനർജിയാണ്. ഇവർ തമ്മിൽ ഒന്നുകിൽ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് വന്നിരിക്കാം. ഒരു സമയത്ത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നിരിക്കണം. പക്ഷേ ഇപ്പോൾ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ എന്തോ ഒരു ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട്. ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ലൈനിലൊക്കെ പോയിട്ട് ഒരു ബാലൻസ് കൊണ്ടുവരാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ക്ലാരിഫൈ. ദ മജീഷ്യൻ. ക്ലാരിഫൈ. ദ മജീഷ്യൻ. ക്ലാരിഫൈ. ദ മജീഷ്യൻ. രണ്ട് കാർഡ് വന്നു കേട്ടോ, ഒന്നുകൂടെ ഷഫിൾ ചെയ്യാമേ. ക്ലാരിഫൈ. ദ മജീഷ്യൻ. ക്ലാരിഫൈ. ദ മജീഷ്യൻ. നിങ്ങളുടെ പാർട്ട്ണർ ഇത്തിരി അജിറ്റേറ്റഡ് ആണെന്ന് തോന്നുന്നു. കാരണം ഇവരുടെ എനർജി ഇങ്ങനെ ഇതായിട്ട് ഓവർ എനർജറ്റിക് ആയിട്ട് തോന്നുക. ക്ലാരിഫൈ. ദ മജീഷ്യൻ. ക്ലാരിഫൈ. ദ മജീഷ്യൻ. ക്ലാരിഫൈ. ദ മജീഷ്യൻ. അവരെ വിചാരിച്ചോളൂ കേട്ടോ മനസ്സിൽ. കിങ് ഓഫ് പെൻഡക്കിൾസ്. വീൽ ഓഫ് ഫോർച്യൂൺ. റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഫാമിലി, ആ തേർഡ് പാർട്ടി അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അവരുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യുകയാണ്. അത് ഒരു ഫാദർ ആണെങ്കിൽ, ഒരു ഫാദർ ഫിഗർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും അത് വിട്ടെറിഞ്ഞിട്ട് പോരാൻ പറ്റില്ലല്ലോ. കാരണം ഫാമിലിയുടെ സെക്യൂരിറ്റി കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അവരെ സേഫാക്കുക. അങ്ങനെ വിട്ടെറിഞ്ഞ് പോയാലൊക്കെ ആ ഒരു കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെയുള്ളൊരു പേടിയും ചിന്തയൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം സ്പിരിച്വലാണ്. അപ്പോൾ ആ രീതിയിലും ഒരു പേടി കാണും. അങ്ങനെ ഇട്ടെറിഞ്ഞ് പോയാൽ അതിൻ്റെ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരുമോ ആയിട്ടുണ്ട്. ബേസിക്കലി റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അവരെ മേ ബി അവരുടെ സ്പൗസിന് ഒരു ജോലി ഒന്നും ഉണ്ടാവില്ല. അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവർ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഈ ഫാമിലിയിൽ കുഞ്ഞുങ്ങൾ ഇൻവോൾവ് ആയിരിക്കാം. അപ്പോൾ അവരെ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ട് കിടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ക്ലാരിഫൈ. 7 of Wands. Please clarify. 7 of Wands. കണ്ടോ, കാർഡ്സ് ജമ്പ് ചെയ്ത് പോകുന്നുണ്ടോ? അവിടെ ഭയങ്കര അജിറ്റേറ്റഡ് ആണ്, റെസ്റ്റ്ലെസ് ആണ്. ക്ലാരിഫൈ. 7 of Wands. Clarify. 7 of Wands. Clarify. 7 of Wands. 3 of Wands. ആൻഡ് ദ സ്റ്റാർ കാർഡ് കാണിക്കാൻ പറ്റില്ല, അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിലേക്ക് വെക്കുകയാണേ.
തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് എത്താൻ പറ്റാത്ത ഒരവസ്ഥ. ഇവിടെ വിഷ് ഫുൾഫിൽമെൻറ്റ് നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റിയൊക്കെ കൊണ്ടുവരുന്ന ഒരു പേഴ്സണായിട്ട് തന്നെയാണ് ഇവർ കാണുന്നത്. അവിടെ റെസ്പോൺസിബിലിറ്റിയാണ്, അവിടെ ഒരു സ്നേഹമല്ല, റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. റെസ്പോൺസിബിലിറ്റി ഇറക്കി വെക്കാനുള്ളൊരു ചാൻസ് അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു ഹാങ്ഡ് സ്റ്റക്ക് സിറ്റുവേഷനായിട്ട് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പ്രഥമ ദൃഷ്ടിയ നമുക്ക് കാണുമ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് തോന്നും. പക്ഷെ കൂടുതൽ കാർഡ്സ് ക്ലാരിഫൈ ചെയ്ത് വരുമ്പോഴേ നമുക്ക് യഥാർത്ഥ സിനാറിയോ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ലോങ് റണ്ണിൽ മാത്രമേ പ്ലാൻ ചെയ്ത് മാത്രമേ ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ളത് അവർക്കറിയില്ല എന്നുള്ള സിറ്റുവേഷനാണ്. ഹാങ്ഡ് മാനും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ, ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ, ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ. ക്വീൻ ഓഫ് സോർഡ്സ് ആൻഡ് 4 ഓഫ് വാൻഡ്സ് കാണുന്നുണ്ടല്ലോ അല്ലേ. പറഞ്ഞില്ലേ, ആ പ്രൊപ്പോസലിലേക്ക് എത്താൻ പറ്റാതെ തടുക്കുന്നത് ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. ക്വീൻ ഓഫ് സോർഡ്സ് നമുക്കിവിടെ ഇവരുടെ സ്പൗസിനെ ആയിട്ട് എടുക്കേണ്ടി വരും. ഹസ്ബൻഡോ വൈഫോ ആവാം കേട്ടോ. ആ ഒരു തടസ്സം ഫാമിലി എന്നെടുത്താൽ മതി. അവരെ ഒരു പേടിയുണ്ട്. ഓക്കെ, അവരൊരു റെസ്പോൺസിബിലിറ്റിയാണ്. പേടിയെന്ന് പറയാൻ പറ്റില്ല, റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ സ്റ്റക്കാണ് അവരുമായിട്ട്, ആ പേഴ്സണുമായിട്ട് ഇവർ സ്റ്റക്കാണ്. നിങ്ങളുടെ പേഴ്സൺ അവരുടെ സ്പൗസുമായിട്ട് സ്റ്റക്കാണ്. അതുകൊണ്ടാണ് വീണ്ടും 11-11-4 ഫോൺസ് എന്ന് പറയുന്ന 11-11 കാർഡാണ്. വിഷ് ഫുൾഫിൽമെൻ്റ് എന്ന് തന്നെയാണ് അതിന് നമ്മൾ പറയുന്നത്. നിങ്ങളുമായിട്ടൊരു പ്രൊപ്പോസലിലെത്താനോ ഒരു മാരേജിലെത്താനോ ഉള്ള തടസ്സം അവിടെ ആ ക്വീൻ ഓഫ് സോർട്സ് ആണ്. അവരുടെ റെസ്പോൺസിബിലിറ്റീസാണ്. അതിൽ നിന്ന് പുറത്ത് കിടക്കാതെ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ തടസ്സങ്ങളാണിപ്പോൾ. അപ്പോൾ ഇതിൽ നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്തായാലും എടുക്കണം. ഒന്ന് നോക്കിയിട്ട് റീഡിങ് അവസാനിപ്പിക്കാം. ഡിവൈൻ, പ്ലീസ് ഗീവ് ഏഞ്ചൽ ഗൈഡൻസ് ഫോർ ദി സിറ്റുവേഷൻ. പ്ലീസ് ഗീവ് ഏഞ്ചൽ ഗൈഡൻസ് ഫോർ ദി സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനുള്ള ഏഞ്ചൽ ഗൈഡൻസ് എന്താണ്? ഈ സിറ്റുവേഷന് ഉള്ള വ്യൂവേഴ്സിനുള്ള ഏഞ്ചൽ ഗൈഡൻസ് എന്താണ്? ഫ്രീ യുവർ സെൽഫ്. ഇറ്റ്സ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ സ്റ്റക്കായി പോവുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി നിങ്ങളുടെ ലൈഫ് സ്റ്റക്കായി പോവാതെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലൈഫ് കൺട്രോളിൽ കൊണ്ടുവന്ന് നിങ്ങൾ ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ, നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. എക്സ്പ്രസ് യുവർ ലവ്. ഗോ ഹെഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ജെസ്റ്റർ. ഇത് നിങ്ങളുടെ പാർട്ട്ണറിനുള്ള മെസ്സേജാണ്. അതായത് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ, അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു, അതുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ലേ പറഞ്ഞത്. പോയി നിങ്ങളോട് ലവ് എക്സ്പ്രസ് ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത്. അവർ ചെയ്യണ്ടേ? ഫ്ലേർട്ട്. എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ്. മൂവ് ഓൺ എന്നാണ് കേട്ടോ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് വേറെ ചോയ്സസ് ഉണ്ട് ലൈഫിൽ. വേറൊരു പാർട്ട്ണറെ കണ്ടുപിടിക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടമാണ്. ഡിവൈൻ ഗൈഡൻസ് ആണിത്. ന്യൂ ലവ്. എ ന്യൂ പേഴ്സൺ ഹാസ് സ്റ്റിർഡ് യുവർ റൊമാൻറ്റിക് ഫീലിങ്സ്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു പുതിയ പേഴ്സൻ്റെ അടുത്ത് ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടാവണം. ഓക്കെ, അതിൻ്റെ ഒരു കൺഫർമേഷനാണ്, ഫ്ലേർട്ടിൻ്റെ ഒരു കൺഫർമേഷനാണ് ഈ ന്യൂ ലവ് എന്ന് പറയുന്നത്. ഗിവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്. വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ്. അതും ചിലർക്കുള്ള ഗൈഡൻസാണ്. ഒരു വശത്ത് മൂവ് ഓൺ പറയുന്നുണ്ട്, അതേസമയം വേണ്ടവർക്ക് ഒരു ചാൻസും കൂടെ കൊടുക്കാം. അവർ ആ പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്കൊരു ചാൻസ് കൂടെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട്. ഇറ്റ് ഡിപ്പെൻസ്. കേസ് ബൈ കേസ് നമ്മൾ എടുക്കേണ്ടി വരും. അൺറിക്വറ്റഡ് ലവ്. ദർ ഇസ് നോട്ട് ഇനഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ് ദിസ് റിലേഷൻഷിപ്പ് ഗോയിങ്. അതാണ് അവരുടെ അൺഡിവൈഡഡ് അറ്റൻഷൻ അല്ല നിങ്ങൾക്കുള്ളത്. അവിടെ തേർഡ് പാർട്ടിയും അവരുടെ മനസ്സിൻ്റെ ഒരു ഭാഗത്തുണ്ട്. റെസ്പോൺസിബിലിറ്റി ആയിട്ടാവാം, എന്തുമായിട്ടാവാം. പക്ഷേ അവിടെ നിങ്ങൾ മാത്രമല്ല അവരുടെ മനസ്സിലുള്ളത്. ഒരു മനസ്സിൻ്റെ ഒരു ഭാഗത്ത് തേർഡ് പാർട്ടിയും ഉണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക്. റിലീസ് യുവർ എക്സ്. ടൈം ഹാസ് കം ടു ക്ലിയർ യുവർ എനർജി. കണ്ടോ,
കൺഫർമേഷനാണ്. അതൊരു എക്സ് ആയിട്ട് കണക്കാക്കിയിട്ട് മറന്നു കളയുക എന്നാണ് ഡിവൈൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത്. ഈ ബന്ധം നിങ്ങൾക്ക് നല്ലതല്ല എന്ന് തോന്നിയാൽ അതിൽ ബലമായി പിടിച്ച് നിൽക്കാതെ മൂവ് ഓൺ ചെയ്യുക. ലൈഫ് നല്ലൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇത് വളരെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. ഡിവൈൻ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് തന്നു എന്ന് വിചാരിക്കുക. ഒരിക്കലും ഇത് നെഗറ്റീവായിട്ട് എടുക്കരുത്. ഒരു നെഗറ്റീവ് പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ പിടിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ, അല്ലേ? അപ്പോൾ അത് നല്ല രീതിയിൽ മാത്രം എടുക്കുക. അതൊരു എന്താ പറയുക, നെഗറ്റീവ് റീഡിംഗ് ആയിട്ട് എടുക്കരുത്. അതിലുള്ള പോസിറ്റിവിറ്റി കണ്ടുപിടിക്കുക. ഓക്കെ, ഒരിക്കലും ഡിവൈൻ നമ്മളെ തെറ്റായിട്ടുള്ള വഴിക്ക് നയിക്കില്ല. ഡിവൈൻ നിങ്ങൾക്ക് പേഴ്സൺ റോങ് ആണെന്ന് പറയുമ്പോൾ അവിടെ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് ഷെയർ ചെയ്തേക്കണേ. ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതും കൂടി ഒന്ന് കണ്ടേക്കുക. അപ്പോൾ ഉടനെ തന്നെ വേറൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.